Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5moni അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 5moni ആപ്പിലൂടെ നിങ്ങൾ ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് റിവാർഡായി കിട്ടുന്ന 5 കോയിൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. 5moni അക്കൗണ്ട് മലയാളത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലൂടെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് early access വഴി പല ആളുകൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന്റെ restrictions കുറച്ച് കൂടുതലാണ്. അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിനാണ് പ്രധാനമായിട്ടും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക. നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗിലേക്ക് ആളുകൾക്ക് ഇപ്പോൾ ആക്സസ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5moni അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബേസിക്കലി ഇതൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആപ്പാണ്. നമ്മുടെ എക്സ്പെൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പിലൂടെ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇതുവഴി നമുക്ക് ഫോറക്സ് മാർക്കപ്പ് 0 ആണ്. അതോടൊപ്പം തന്നെ ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള റിവാർഡുകളും ക്യാഷ് ബാക്കുകളും കിട്ടാറുണ്ട്. മാത്രമല്ല ഇതൊരു 0 ബാലൻസ് അക്കൗണ്ട് ആണ്. ഇതിന്റെ ബാങ്കിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. 5moniക്ക് ബേസിക്കലി ഒരു ബാങ്കിങ് ലൈസൻസ് ഇല്ല. പിന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നതാണ്. ഇത്തരത്തിലൊരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ വിസ പവേർഡ് ആയിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡ് കൂടെയാണ്. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല ഫെഡറൽ ബാങ്കിന്റെ ATM വഴി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാതൊരു തരത്തിലും ചാർജസ് ഒന്നും തന്നെ ഇല്ലാതെ പണം വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റ് ബാങ്കുകളുടെ ATM വഴി ഒരു മാസം നമുക്ക് 5 ഇടപാടുകൾ സൗജന്യമായിട്ട് ചെയ്യാം. അതിനുശേഷം ചെയ്യുന്ന ഇടപാടുകൾക്ക് 20 രൂപ പ്ലസ് GST നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 5moni പോലെ തന്നെ ഫെഡറൽ ബാങ്കുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു നിയോ ബാങ്ക് കൂടെയുണ്ട്. ജുപ്പിറ്റർ മണി എന്നാണ് ഇതിന്റെ പേര്. ഇതിലും നമുക്ക് ഒരുപാട് റിവാർഡുകളും ക്യാഷ് ബാക്കുകളും കിട്ടാറുണ്ട്. ഈ ഒരു ജുപ്പിറ്റർ മണി അക്കൗണ്ട് വഴി നമ്മൾ ചെയ്യുന്ന ഇടപാടുകൾക്ക് 1% ക്യാഷ് ബാക്ക് ഉണ്ട്. ഡെബിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസിന് 1% ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ UPI ഇടപാടുകൾക്ക് നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്കും ഇൻവിറ്റേഷൻ കിട്ടുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു 0 ബാലൻസ് അക്കൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 2 അക്കൗണ്ടുകളിൽ ഏത് അക്കൗണ്ട് വേണമെങ്കിലും സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാം. ഇനി അതല്ല ഈ 2 അക്കൗണ്ട് വേണമെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 അക്കൗണ്ട് ഞാൻ നിലവിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പല സുഹൃത്തുക്കൾക്കുമുള്ള സംശയം ഇത് രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് രണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. രണ്ടും ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരേ മൊബൈൽ നമ്പറിലാണ്, ഒരേ ആധാർ പാൻ കാർഡ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ 2 അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഫെഡറൽ ബാങ്കിന്റെ CDM അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് വഴിയും ഇതിലേക്ക് നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. രണ്ടും 0 ബാലൻസ് അക്കൗണ്ട് ആണ്. രണ്ടും ഒരുപാട് റിവാർഡുകളും ക്യാഷ് ബാക്കുകളും എല്ലാം തരുന്ന കിഡിലൻ അക്കൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു 5 കോയിൻസ് ഉപയോഗിക്കാൻ പറ്റുക എന്നത് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 5moni ആപ്പ് ഇതേപോലെ ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഫോണിന്റെ ലോക്കോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ നമ്മൾ കൊടുക്കണം. ഇതോടുകൂടി ആപ്പിന്റെ ഇന്റർഫേസിലേക്ക് വരാനായിട്ട് സാധിക്കും. അല്പം താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്പെൻഡ് യുവർ 5 കോയിൻസ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് 5 കോയിൻസ് കിട്ടാറുണ്ട്. അതെങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നറിയാൻ ഇതിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു പേജ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് എൻ്റെ ഈ ഒരു 5 കോയിൻ ബാലൻസ് എന്ന് പറയുന്നത് 249 കോയിൻസ് ആണ് നിലവിൽ ഇതിലുള്ളത്. അപ്പോൾ ഈ ഒരു കോയിൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഓഫേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. ഗാനയുടെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കിട്ടുന്നതിനായിട്ട് 4750 5 കോയിൻസ് വേണം. അപ്പോൾ നമ്മുടെ കൈവശം അത്രയും കോയിൻസ് ഇല്ല. പിന്നെ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത ഓഫറുകൾ നിങ്ങൾക്ക് കാണാം. ആമസോൺ പ്രൈം വീഡിയോ മെമ്പർഷിപ്പ് ഉണ്ട്. സബ്സ്ക്രിപ്ഷന് 3 മാസത്തേക്ക് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഏകദേശം 19,750 കോയിൻസ് വേണം. അപ്പോൾ നിങ്ങളിങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണാം ആമസോണിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നതിന് ഓഫർ ഉണ്ട്. അതുപോലെ തന്നെ പല വ്യത്യസ്ത ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. 𝗙𝗵 ഓഫേഴ്സ് ഉണ്ട്. പിന്നെ 𝗙𝗵𝘁 ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വ്യത്യസ്ത ബ്രാൻഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു 5moniയുടെ തന്നെ ഒരു ഹാമ്പർ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇതിൽ ഒരു ബോക്സ് ആണ്. ഇതിൽ അവരുടെ കുറച്ച് ചോക്ലേറ്റ്സ് അതുപോലെ ക്യാൻഡിൽസ് അങ്ങനെയുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹാമ്പറാണ് അവർ അയച്ചു തരിക. ഇത് കിട്ടുന്നതിനായിട്ട് 7500 5 കോയിൻസ് വേണം. അപ്പോൾ നിങ്ങൾ വളരെയധികം ട്രാൻസാക്ഷൻസ് ഈ ഒരു 5 ആപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കോയിൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് താഴെ കാണാം ഏൺ മണി പ്ലാൻസ് എന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോയിൻസ് എങ്ങനെയാണ് കിട്ടുക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്ത ഓഫറുകൾ കാണാനായിട്ട് സാധിക്കും. മണി പ്ലാൻസ് ഏൺ ചെയ്യുന്നതിനുള്ള ഒരുപാട് ഓഫേഴ്സ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് മണി പ്ലാൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് ഒരുപാട് 5 കോയിൻസും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ വ്യൂ റിവാർഡ്സ് എന്ന് കാണാം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള
റിവാർഡ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 249 5 കോയിൻസ് നിലവിലുണ്ട്. പിന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ട് 236 രൂപ സ്മാർട്ട് ഡെപ്പോസിറ്റിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതേപോലെ ഒരുപാട് മണി പ്ലാൻസ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ഇത്തരത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇത് ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് വീണ്ടും ഇതേപോലെ കാണും. അതിലൊന്നുകൂടെ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നമുക്ക് കിട്ടുന്ന റിവാർഡ് കാണാം. ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ പിന്നെ സ്ക്രാച്ച് ചെയ്യുന്ന പോലെ ഇപ്പം നിങ്ങൾക്ക് കാണാം 509 5 കോയിൻസ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല ഇടപാടുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മണി പ്ലാൻസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീണ്ടും മറ്റൊരു പ്ലാന്റ് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്ലാന്റിലൂടെ നമുക്ക് കിട്ടിയ റിവാർഡ് ഇതിൽ ഈ ഒരു 176 ടാപ്പ് ചെയ്താൽ അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ 15 ഡേയ്സ് ആഫ്റ്റർ ആണെങ്കിൽ നമുക്ക് 201 കിട്ടും. അപ്പോൾ ഞാൻ 15 ഡേയ്സ് ലേറ്റർ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് 15 ഡേയ്സ് ലേറ്റർ ആണ് ക്രെഡിറ്റ് ആവുക. പിന്നെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു റിവാർഡ്സ് കിട്ടുന്നത്. ഇപ്പോഴും നമുക്ക് 758 5 കോയിൻസ് ആണുള്ളത്. ആ ഒരു കോയിൻ വെച്ച് നമുക്കൊന്നും ഇതിൽ നിലവിൽ റിഡീം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫൈ ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്യുക. ഇതിൽ നല്ല റിവാർഡ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം 758 5 കോയിൻസ് ആണുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് റിഡീം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. ഇതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതിൽ ടാപ്പ് ചെയ്താൽ നിങ്ങൾ ഇത് കളക്ട് ചെയ്തിട്ടുള്ള ഓഫേഴ്സൊക്കെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്ട്രാ റിവാർഡ് തരുന്ന ഒരു കിടിലൻ അക്കൗണ്ടാണ് ഫൈമണി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ടിലൂടെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റിവാർഡോ അല്ലെങ്കിൽ ബെനിഫിറ്റോ ഒന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. കിട്ടില്ല എന്നല്ല, സാധ്യത വളരെ കുറവാണ്. ഈ ഒരു ഫൈ ആപ്പിലൂടെ നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള റിവാർഡുകളും ബെനിഫിറ്റുകളുമെല്ലാം കിട്ടുന്നുണ്ട്. ഫൈമണി അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്കൊരു ഫൈമണി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫൈമണി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന മറ്റൊരു നിയോ ബാങ്ക് ആയ ജുപ്പിറ്റർ മണിയുടെയും ഇൻവിറ്റേഷൻ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വിജ്ഞാനപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.